പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ച് ഇന്ത്യ. ഡൽഹിയിൽ ഉന്നത പാക് നയതന്ത്രജ്ഞനെ അർദ്ധരാത്രിയിൽ വിളിപ്പിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനം കൈമാറി. നയതന്ത്ര കാര്യാലയത്തിലെ സൈനിക അറ്റാഷകളെ ഒഴിവാക്കണമെന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് കൈമാറിയത്. അതിനിടെ പാക് സർക്കാരിന്റെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ തടഞ്ഞു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ വൈകിട്ട് 6 മണിക്ക് ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇന്ത്യൻ നടപടിയിൽ പാകിസ്ഥാനിലും തിരക്കിട്ട കൂടിയാലോചനകളാണ്. സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ്. ഭീകരാക്രമണത്തിലെ ആരോപണങ്ങൾ പാകിസ്ഥാൻ തള്ളി. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. അതിനിടെ ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ സുരക്ഷാസേനയും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നുവെന്ന വിവരവും പുറത്തു വരികയാണ്. പഹൽഗാമിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, വിനിത വി ജി, ബി ദിലീപ് കുമാർ, ശ്രീനാഥ് ചന്ദ്രൻ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ബൽറാമിലേക്ക് ബൽറാം, പഹൽഗാമിലെ ഇന്നത്തെ കാഴ്ച എങ്ങനെയാണ്? ഞാൻ മനസ്സിലാക്കുന്നത് ബൽറാം ഭീകരാക്രമണം നടന്ന സ്ഥലത്തെത്തി. അവിടുത്തെ സാക്ഷ്യം എങ്ങനെയാണ്? ഈ പറയുന്ന ഭീകരർക്കായുള്ള തെരച്ചിൽ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു ബൽറാം? ഹഷ്മി, ഞാനിപ്പോൾ ഉള്ളത് ഈ ഭീകരാക്രമണം നടന്ന ബൈസരൻ വാലി എന്ന താഴ്വരയിലാണ്. ഇവിടെ ഈ ബൈസരൻ വാലിയിലെ പിക്നിക് സ്പോട്ടിലാണ് ആക്രമണം ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ, CRPF ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തുകയാണ്. അതിനെ തുടർന്ന് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മേഖലയിൽ എല്ലാം തന്നെ തെരച്ചിൽ പുരോഗമിക്കുന്നു. ഹഷ്മി, ആ ദൃശ്യങ്ങളിൽ കാണാം ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ അവർ ഈ മേഖലയിൽ പരിശോധന നടത്തുന്നു. കഴിഞ്ഞ ദിവസവും NIA സംഘം അടക്കമുള്ളവർ ഈ മേഖലയിൽ പരിശോധന നടത്തിയിരുന്നു. ഈ ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ആ വനമേഖല, പൈൻമരക്കാടുകൾ, അവിടെ നിന്നാണ് ഭീകരവാദികൾ എത്തിയതും അവിടേക്ക് തന്നെയാണ് മടങ്ങിയതും. ആ മേഖലയിൽ കർശനമായ പരിശോധനയാണ്. മുഴുവനായും സൈന്യത്തെ വിന്യസിച്ച് മനുഷ്യ സാധ്യമായ തരത്തിൽ എല്ലാവിധത്തിലുള്ള പരിശോധനയും ഇവിടെ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഹെലികോപ്റ്ററുകളിലുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. മറ്റ് സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലും പ്രത്യേക വാഹനങ്ങളും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് CRPF. ഇന്നലെ മുതൽ ഈ തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഭീകരവാദികൾ ഈ പ്രദേശം വിട്ടു പോയിട്ടില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ ഒരു നിഗമനം. കാരണം അപ്പോഴേക്കും ഈ സുരക്ഷാ സേനയെ ഈ സംഭവം സംബന്ധിച്ച് അലർട്ട് ചെയ്യാൻ കഴിയുകയും അവർക്ക് അവരുടെ വിന്യാസം നടത്താൻ കഴിയുകയും ചെയ്തിരുന്നു എന്നും, കാൽനടയാണെങ്കിൽ പോലും ഇവിടെ നിന്നും താഴെ ഇറങ്ങാൻ ഏതാണ്ട് അരമണിക്കൂറോളം സമയം എടുക്കും. അതിനു മുമ്പായി തന്നെ സുരക്ഷാ സേന ഈ വനമേഖല എത്തിച്ചേരുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ വളഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. അതേസമയം ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ജമ്മു കശ്മീരിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുകയാണ്. 100-ലേറെ പേരെ ഇന്നലെ മാത്രം ചോദ്യം ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നും നിർണായകമായ പല വിവരങ്ങളും ലഭിച്ചു. കൂടാതെ ഇവർ ഇപ്പോൾ ഒളിച്ചിരിക്കുന്ന പ്രദേശം, ഇവരുടെ മറ്റ് വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്താനുള്ള ശ്രമമാണ്. ഇന്നും നിരവധി പേരെ ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ആവശ്യപ്പെട്ട നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ മേഖലയിൽ സ്ഥിര താമസക്കാരില്ല. സ്ഥിരതാമസമായി ഉള്ളത് ഏറ്റവും അടുത്തായി ഉള്ളത് 3 വീടുകൾ മാത്രമാണ്. അവിടെയുള്ള ആളുകളോട് ഈ ഫോട്ടോ കാണിച്ച് വിവരങ്ങൾ തേടിയിരുന്നു. കഴിഞ്ഞ ദിവസം ലഭിച്ച രേഖാചിത്രങ്ങൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട്. കൂടാതെ കുതിരസവാരി നടത്തുന്ന ആളുകൾ, അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു പോലീസ്. ഈ അവരിൽ നിന്ന് ലഭിച്ച മൊഴികൾ ഉൾപ്പെടെ പരിഗണിച്ചാണ് ഇതിൽ പ്രാദേശിക ബന്ധം ഈ ആക്രമണത്തിന് ഉണ്ടായിരുന്നു, പ്രാദേശികമായ ഭീകരർ ഇതിൽ പങ്കെടുത്തിരുന്നു എന്ന തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്ക് രക്ഷാ സേന എത്തിയത്. ഈ മേഖലയിൽ ഇപ്പോഴും ശക്തമായ സുരക്ഷാ ക്രമീകരണം തന്നെയാണ് ഉള്ളത്. കൂടുതൽ സൈനികരെ വിന്യസിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ജമ്മു കശ്മീരിലെ ഉധംപൂരിൽ ഇന്നും ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടലുണ്ടായ കുൽഗാമിൽ ഇന്നും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. സമാന്തരമായി പലയിടങ്ങളിലാണ് ഭീകരവിരുദ്ധ നടപടികൾ ജമ്മു കശ്മീർ പോലീസിന്റെയും സുരക്ഷാ സേനയുടെയും സംയുക്ത സേനയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭീകരരെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഇനി ഏറ്റവും പ്രധാനം. അവർ ആര് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവരെ കണ്ടെത്തുക, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, അവർക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെ എന്നുള്ളത് കൃത്യമായി തിരിച്ചറിഞ്ഞ് അവർക്ക് ശിക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് നടപടി. അതിനാവശ്യമായ നടപടികളാണ് ഇപ്പോൾ വിവിധ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേസമയം ഇന്ന് ഒരു സർവകക്ഷി യോഗം മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിളിച്ചു ചേർന്നിട്ടുണ്ട്. ഈ സർവകക്ഷി യോഗത്തിൽ പ്രധാനമായും ഈ ഭീകരാക്രമണം ഉണ്ടാക്കിയ ആഘാതം, സംസ്ഥാനത്തുണ്ടാക്കിയ ആഘാതം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, തുടർന്നുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിരിക്കും വിശദമായി തന്നെ ചർച്ച ചെയ്യുക. ഒപ്പം ഈ ഭീകര വിരുദ്ധ നടപടികൾ സംബന്ധിച്ചുള്ള കേന്ദ്ര സർക്കാർ